എവിടെയാണ് ജോളി പോയത്? എന്തിനു നമ്മളോട് കള്ളം പറഞ്ഞു? ഇതിന്റെ ഒക്കെ ഉത്തരം തേടി ഞാൻ ചെന്നത് നമ്മുടെ സജിന്റെ FB പോസ്റ്റിലാ. കോടമഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണോ എനിക്ക് ഇവിടം സ്വർഗം പോലെ തോന്നിയത് എന്ന്. കത്തിയാ പോട്ടെ, ഒരു ക്ലൂ കൂടെ തരാം. നീ നമ്മുടെ സജിന്റെ ബൈക്കിന്റെ കീച്ചെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം. എടി, നമ്മുടെ ജോളിക്ക് ഇഷ്ടപ്പെട്ട ടെഡി ബിയർ ഇല്ലേ, നമ്മൾ ടൂർ പോകുമ്പോൾ വാങ്ങിക്കുന്ന ടൈപ്പ്. കോട, ബൈക്ക്, കീച്ചെ, വീക്കെൻഡ്, കൂർഗ്. പിന്നെ അല്ലാതെ എനിക്ക് ഉറപ്പാടി. നമ്മുടെ രേഷ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അവളുടെ മുഖത്ത് നീ ഒരു പ്രസരിപ്പ് കണ്ടില്ലായിരുന്നോ? അത് ഞാൻ ഇവളുടെ മുഖത്ത് കണ്ടടി. ഞാൻ അന്നേ പറഞ്ഞതാ, നീ കേട്ടില്ല. ശരി ശരി, ബാക്കി ഞാൻ റൂമിലെത്തിയിട്ട് പറയാം. ഓക്കെ? ഇതിനെ വിടാ, അതാ തിക്കടാ. അതെ, എല്ലാം നിർത്തിയെന്ന് എന്റെ തലത്തോട്ടല്ലേ സത്യം ചെയ്തത്? എൻ്റെ റോസി, നിനക്കറിയാലോ, കോയിക്കൽ സാറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ആളെ കൊല്ലാനൊന്നുമല്ലല്ലോ, 2 പിള്ളേരെ പിടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അല്ലേ അല്ലേ? അരവിന്ദൻ മരിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടേനെ. കോയിക്കലേതായാലും പോലീസിനോട് ഈ കാര്യമൊന്നും പറയില്ല. പകരം ഏതെങ്കിലും മച്ചാനെ വിടാനാണ് സാധ്യത. എടേ, നീ ആ കൊച്ചിനകത്തുണ്ടേക്കടുത്ത്. ആൻഡോ, ആ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പണിക്ക് പോക്കോളാം. മനസ്സിലായല്ലോ? ഓക്കെ, ഡൺ. വേണ്ട, കരയുണ്ട് 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 കേട്ടോ. അമ്മയുടെ മോനല്ലേടി. കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളുടെ പാർട്ടി നടത്തിയ വികസന അജണ്ടയെ പരാമർശിച്ച് കോയിക്കൽ നടത്തിയ വിവാദ പ്രസ്താവനയെ പറ്റി എതിർ സ്ഥാനാർത്ഥി കൂടിയായ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോയിക്കൽ ചന്ദ്രശേഖരൻ MP ആയിരുന്ന കാലത്ത് കാട്ടിക്കൂട്ടിയതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലെ റിസൾട്ട്. ഈ ബൈ ഇലക്ഷനിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും. ജനങ്ങളും മണ്ടന്മാരൊന്നല്ലല്ലോ. കഴിഞ്ഞ 3 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് അവർക്കറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്നെ വന്നിരുന്നോ? ഇല്ല, എന്ത് പറ്റി? ഒന്നുമില്ല. എനിക്ക് ആ സിദ്ദിഖിന്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? ഏത് സിദ്ദിഖ്? ഈച്ച സിദ്ദിഖ്. എന്താ കാര്യം? വീട്ടിലൊരാവശ്യത്തിനാ. അവരെത്തിയല്ലോ അല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. 2 ദിവസം കൂടെ പിടിക്കും. നോർത്ത് ഇന്ത്യക്കല്ലേ പോയിക്കണേ. ഓ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? ഇപ്പൊ നടക്കാനൊന്നും പറ്റില്ലെന്നേ. ആദ്യമൊക്കെ ഭയങ്കര ബോറായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റായി. പിന്നെ ആകെയുള്ള സീൻസ്. അവരെത്തിയ ഉടനെ നീ അങ്ങ് ഇറങ്ങുമല്ലോ അല്ലേ? ഇറങ്ങും. ടീച്ചറുടെ നമ്പർ ഒന്ന്. അതെ, അയച്ചേക്കാം. ഓക്കെ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഉമ്മാരുമായിട്ട് യാതൊരു ഡീലിങ്സിനും നമ്മൾ പോകാറില്ല. ഈ ചേട്ടൻ അറിയാമല്ലോ പാർട്ടി കാര്യങ്ങൾ. ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ. പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാർ എങ്ങോട്ട് പോകുന്നോ എവിടെ താമസിക്കുന്നതെന്നോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. അതിൻ്റെ കൂടെ ചേർത്താണല്ലോ ക്യാഷ് കൊടുക്കുന്നത്. അപ്പം നിസാമിന് സുധിയെ നേരിട്ട് പരിചയമൊന്നുമില്ല? ഇല്ല. മറഡോണനെയോ? പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, പക്ഷെ അടുപ്പൊന്നുമില്ല. നിസാമിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുമെന്ന് കരുതിയിട്ട് വന്നൊന്നുമല്ല. എന്തായാലും അവന്മാർ ഒളിവിലാണല്ലോ, ഇനി ഒളിവിൽ തന്നെ ആയിരിക്കും. നിസാമേ, മാർട്ടിനായിട്ട് എന്താ ഇടപാട്? അതാ വക്കീലിൻ്റെ കേസിലെ പയ്യന്മാരെ പറ്റി അറിയാനാ. വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഇല്ല ചേട്ടാ, ഞാൻ അങ്ങനെ തന്നെ ഡീൽ ചെയ്തേക്കുന്നത്. അവന്മാർ വേറെ എന്തൊക്കെയോ തരികൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ സേവ് ചെയ്യാനൊന്നും പോണ്ട, ഒന്ന് വിട്ടുപിടിച്ചോ. അതത്രേ ഉള്ളൂ. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ അടുത്ത് നിൻ്റെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സാർ ഹാപ്പിയാണ്. ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. മനസ്സിലായല്ലോ?
എന്ന് മാത്രം പറയല്ലേ, എന്റെ തല പൊട്ടുവാ. നീ കാര്യം പറഞ്ഞേ. പായിപ്പാട്ടയോടി വെള്ളമായൊരൻ മോഹക്കായൽ മോടി വെള്ളമാണു നീ, മാപ്പു നീ തരൂ തരൂ. ഇതിന്റെ ഫസ്റ്റ് ലൈൻ എന്തോ അടി, എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. നീ ഒന്ന് മൂളിയാലും മതി. എടി നീ ഒന്ന് വെച്ചിട്ട് പോയേ. ഡ്യൂട്ടിക്കിടയിൽ അവളുടെ ഒരു മാപ്പും കോപ്പും. ഓ ഡ്യൂട്ടി, അല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞാ തന്നെ വെച്ചിട്ട് പൂടി. ശേ, ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം തളിർത്തുമ്പികൾ. ഹലോ, ഇതാരാ? മലയാളിയെന്ന് മനസ്സിലായി. ഹലോ, ആണാണെന്ന് എനിക്കറിയാം. ഇനിയാണല്ലേ? ഹലോ, പോയോ? ഇക്കാലത്ത് അതും ബാംഗ്ലൂരിൽ ഇതൊരു ക്ലൂ അല്ല. ഇതെന്താ, ഊമയാണോ? അശ്ശോ, സമയായി, ഞാൻ പോവാണേ. എന്നാ ഓക്കെ, ബൈ. வெயிட் உங்கள்கிட்ட யார் போக வேணான்னு சொன்னா? சொல்லிட்டு போன்னு தானே சொன்னேன். ஒரு மெசேஜ் அனுப்புறதுக்கு எவ்வளோ நேரம் தான் ஆகுது? சரி, சீக்கிரமா வா. சிகரெட் இருக்கா? ஐ ஹேட் ஸ்மோக்கிங். ஓ, ஹூ ஆர் யூ? நான் நாதியாவோட கசின் பிரதர். நான் தமிழ் பேசுகிறேன்னு உங்களுக்கு எப்படி தெரியும்? ரொம்ப மெதுவாக தானே பேசுகிறேன். அம்மா நிறைய சீரியல் பார்ப்பாங்கல்ல, எனக்கு தமிழ் படம் தான் ரொம்ப பிடிக்கும். நான் தலைவர் ஃபேன். ஓ, நானும் தான். பை த வே, ஐ எம் நரேஷ். மரடோனா. ஆமாம், எங்கே தியாலாம் காணோம்? 2-3 டேஸா? அவங்க டூர் போயிருக்காங்க. 2 டேஸில் வந்துடும். நீங்கள் போகலையா? இல்லை, ஒரு சின்ன ஆக்சிடெண்ட். என்னாச்சு? ஒரு ஆக்சிடெண்ட், அவ்வளோதான். ஆ, லவரா? ஆமாம். ஓகே, என்ஜாய். குட் நைட். ஓகே, குட் நைட்.